ഓരോ ദിവസവും കൗൺസിലിങ്ങിനായി അനേകം പേരെത്തുകയാണ്. അതുപോലെ ശനിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഇവിടെ എത്തുന്ന മനുഷ്യർ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നിരവധിയായ ആവശ്യങ്ങൾ ഗാഡലുപ്പ മാതാവ് വഴി ഈശോ സാധിച്ചു കൊടുക്കുകയാണ്. രോഗങ്ങൾ മാറുന്നു, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുപോകുന്നു, തടസ്സങ്ങൾ മാറുന്നു. ദൈവം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. പരിശുദ്ധ അമ്മയുടെ ഗാഡലുപ്പ മാതാവിൻ്റെ അനുഗ്രഹം തേടാം. നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ആലയത്തിലേക്ക് ക്ഷണിക്കുന്നു. എൻ്റെ പേര് സോളി, ഞാൻ കവിക്കാടെന്ന് വരുന്നു. ഞാൻ എൻ്റെ കസിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആൾക്ക് യാതൊരു അസുഖമില്ലാത്ത ആളായിരുന്നു. പെട്ടെന്ന് ഉറക്കത്തിൽ ഒരു ശ്വാസതടസ്സം അനുഭവപ്പെടുകയും പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് ആവുകയും ചെയ്തു. കാരിത്താസിൽ എത്തിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പൾസ് ഇല്ല, പ്രതീക്ഷിക്കേണ്ടെന്ന്. 12 പൾസ് ഇല്ല, പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. 12 മിനിറ്റ് CPR കൊടുത്തു. 15 മിനിറ്റോളം പൾസ് ഇല്ലാതെ ഇരുന്നിരുന്നു. 15 മിനിറ്റ് പൾസ് ഇല്ലായിരുന്നു. CPRന് ശേഷം നേരെ പൾസ് വന്നു. ഡോക്ടർ പെട്ടെന്ന് വെന്റിലേറ്ററിലാക്കി ഐസിയുലോട്ട് ഷിഫ്റ്റ് ചെയ്തു. എക്സ്റേ എടുത്തപ്പോൾ സെപ്റ്റിക് ഷോക്ക് ആണെന്ന് പറഞ്ഞു. ലങ്സിന് ഇൻഫെക്ഷനായി 70% ലങ്സ് കൊളാപ്സ് ആയി. മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 1% പോലും പ്രതീക്ഷിക്കേണ്ട, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടെ ആരാധനയിൽ ശനിയാഴ്ച പങ്കെടുക്കുകയും ഒരു കുഴപ്പവും കൂടാതെ ആളെ തിരിച്ചു കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരം പ്രാർത്ഥിക്കുകയും ചെയ്തു. എഴുതിയിട്ടിരുന്നു. അച്ഛനെ കണ്ടു. അച്ഛൻ അപേക്ഷ എഴുതിയിട്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ അച്ഛനെ വന്നു കണ്ടു. അച്ഛൻ വെഞ്ചരിച്ച എണ്ണ വന്നു. 3 ദിവസം വിശ്വാസപ്രമാണം ചൊല്ലി ഓരോ മണിക്കൂർ ഇടപെട്ട് പുരട്ടാൻ പറഞ്ഞു. അവിടെ വിസിറ്റിംഗ് ഹൗസിൽ മാത്രമേ നമ്മളെ കയറ്റത്തുള്ളായിരുന്നു. ഞാൻ വിസിറ്റിംഗ് ടൈമിൽ എണ്ണ ഉരുട്ടി പ്രാർത്ഥിച്ചു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനും അമ്മയും എൻ്റെ നെറ്റിയിൽ ആളുടെ നെറ്റിയാണെന്ന് സങ്കല്പിച്ച് ഓരോ മണിക്കൂർ ഇടപെട്ട് വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ ഉരുട്ടി 4-ാം ദിവസം ആള് കണ്ണു തുറന്നു. പിന്നെ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ലങ്സിന് കംപ്ലൈന്റ് ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ബ്രത്ത് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. വെന്റിലേറ്റർ സപ്പോർട്ടിൽ 26 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. അതിനുശേഷം ഡോക്ടർ ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു മെഷീനിലോട്ട് മാറ്റി റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. 20 ദിവസം ബൈപ്പാ മെഷീന്റെ സഹായത്തോടെ ബ്രഷ് എടുത്തു. പേഷ്യന്റ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. അതുവഴി മെഷീൻ മാറ്റി നോക്കി വീട്ടിലോട്ട് വിട്ടു. ഇപ്പോൾ യാതൊരു കുഴപ്പവും കൂടാതെ ഒരവയവത്തിന് പോലും ഒരു കേടുപാട് കൂടാതെ എങ്ങനെയായിരുന്നു പണ്ട് അതുപോലെ തന്നെ കഴിവുന്ന ആരോഗ്യവതിയായി. നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾക്ക് രോഗിയുടെ മേത്ത് തേക്കാൻ പറ്റും. വിദേശത്തൊക്കെ ആയിരിക്കുന്നവർക്ക് പറ്റുകയില്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിൽ ദൈവമേ എന്റെ മകനെ സുഖപ്പെടുത്തണേ, എന്റെ മകനെ സുഖപ്പെടുത്തണേ, എന്റെ മകനെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ നെറ്റിയിൽ പുരട്ടിയാൽ അത് അവിടെ അഭിഷേകം ഉണ്ടാവും. ദൂരത്തിന്റെ മേൽ അടയാളമുള്ളവരാണ് നമ്മുടെ ദൈവം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം ഈ സത്യം. ദൂരത്തിന്റെ മേൽ അടയാളമുള്ളവരാണ്. അതുകൊണ്ടാണ് അവിടെ ശതാധിപന്റെ ഭൃത്യൻ ദൂരത്തിൽ നിന്ന് പറഞ്ഞ കർത്താവ് നിന്റെ മകൻ സുഖപ്പെടണമെന്ന് ആ സമയത്ത് തന്നെ ശതാധിപന്റെ ഭൃത്യൻ സുഖപ്പെട്ടു. ഹല്ലേലൂയ പറയാവോ? ഹല്ലേലൂയ പറയാവോ? ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മരുമകൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 1 വർഷത്തെ ഉപരിപഠനത്തിനായി UK പോയി. ഭർത്താവ് കുഞ്ഞുമായിട്ടാണ് പോയത്. അവിടെ ചെന്ന് പഠനം പൂർത്തിയായ ശേഷം ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അതിനുശേഷം ഫാമിലി വർക്ക് വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഏകദേശം 3/4 പൂർത്തിയായി. കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അവിടുത്തെ റൂൾസ് എല്ലാം ചേഞ്ചായി. സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത്. സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിരിക്കുന്നവർക്ക് അവിടെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഡിപ്പെൻഡായിട്ട് വന്നിരിക്കുന്നവർക്കും കൂടെ നിൽക്കുവാൻ പറ്റത്തില്ല. 1.5 വർഷ ശേഷം
വർഷം തിരിച്ച് നാട്ടിൽ പോകണം. ഏത് സ്ഥലം? അപ്പൊ ഞാൻ അച്ഛനെ വന്ന് കണ്ട്. ഏത് സ്ഥലം? UK. ഞാൻ അച്ഛനെ ഊട്ടിയിൽ മാഞ്ചസ്റ്റർ എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കണ്ട്. അച്ഛൻ ഇതുപോലെയാണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞു, ചേച്ചി മാതാവിന്റെ കളിപ്പ മാതാവിന്റെ നൊവേന, കളിപ്പ മാതാവിന്റെ നൊവേന ഒരു ദിവസം 10 എണ്ണം വെച്ച് അങ്ങനെ 2 മാസം ചെല്ലാൻ പറഞ്ഞു. ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് പിന്നെ തിരുവാരിന്റെ ഈശോയുടെ മുമ്പിൽ ഉയർന്ന് പ്രാർത്ഥിക്കുവാനും പറഞ്ഞു. ഞാൻ രാവിലെ വന്ന് അത് ദിവികാരന്റെ ഈശോയോട് എല്ലാ ശനിയാഴ്ച രാവിലെ വരുന്നു. ഞാൻ ദിവികാരന് ഈശോയോട് മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പം എൻ്റെ മോള് കമ്പനിയിൽ ചെന്ന് ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കാര്യം, ഇത് പിന്നെ സെക്ഷനെ കിട്ടുമോ? അപ്പം പറഞ്ഞു, മക്കളെ ഞങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ ഇവിടുത്തെ നിയമങ്ങളൊന്നും അനുവദിക്കുന്നില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ മോള് സ്കോട്ട്ലൻഡ് യുകെയിൽ തന്നെ സ്കോട്ട്ലൻഡിലെ ഒരു കമ്പനിയിലേക്ക് ഒരു അപേക്ഷ കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി. അങ്ങനെ എൻ്റെ മോനും 3 വയസ്സുള്ള കുഞ്ഞും മരുമകളുമായിട്ട് സ്കോട്ട്ലൻഡിന് പോയി. അവിടെ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് ആ കമ്പനിയിൽ ചെന്ന് ചോദിച്ചു, സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഫാമിലി വർക്ക് വിസ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം അവിടുത്തെ മാനേജർ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ജോബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും 1 മാസത്തോളമൊക്കെ കഴിഞ്ഞപ്പം അവരൊരു വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട്, ഫാമിലി വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ പറഞ്ഞു. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഫെബ്രുവരി 14-ാം തീയതി ശനിയാഴ്ച ഞാനിവിടെ നിന്ന് മാതാവിനോട് ഈശോയോട് ഉള്ളിലേക്ക് പ്രാർത്ഥിച്ചു. ഈശോയെ 20 ലക്ഷം രൂപ ലോൺ എടുത്താണ് പോയത്, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ചു പോകണമല്ലോ. ഞാൻ മാതാവിനോട് ശരിക്കും പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും അവർക്ക് അന്ന് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച മോൻ വീട്ടിലേക്ക് വിളിച്ചു, വിശേഷങ്ങൾ തിരക്കി. അപ്പം ഞാൻ ചോദിച്ചു, മോനെ വിസയുടെ കാര്യം എങ്ങനെയാണ്, എത്ര നാളെടുക്കും? മമ്മി അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല, യുകെയിലെ നിയമങ്ങൾ തന്നെയാണ് ഇവിടെയും. ഞാൻ മാതാവിൻ്റെ നൊവേന മനസ്സിലിങ്ങനെ ചൊല്ലി പ്രാർത്ഥിച്ചോണ്ട് നടന്നു. ഈശോയോട് പ്രാർത്ഥിച്ച, ഈശോയെ ഇത്രയും പൈസ മുടക്കി പോയതാണ് ഇരിക്കണമേ. അപ്പോഴത്തേക്കും പിന്നെ പിറ്റേ ഞായറാഴ്ച ഒരു മണിക്കൂർ കഴിഞ്ഞില്ല, മരുമകളെ വിളിച്ചു പറയുന്നു, മമ്മി ഞങ്ങളുടെ ഫാമിലി വിസ ശരിയായി. ഇവിടെ വിസ കിട്ടാതെ തിരിച്ചു പോരാനായിട്ടിരുന്നവരാണെന്ന് ഓർത്തോണം. നല്ല ആ കൈഡ് പോരാട്ടം, നല്ലൊരു കൈഡ് വിസ കൊടുക്കണം. ഫെബ്രുവരി ലാസ്റ്റിൽ തിരിച്ചു പോരാട്ടല്ലേ? ഫെബ്രുവരി 15 ശനിയാഴ്ച 14 ശനിയാഴ്ച ഞാനിവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഇവരറിഞ്ഞത്. അതിന്റെ 15 ഞായറാഴ്ച വിളിച്ചു. മോൻ പറഞ്ഞു, മമ്മി പറഞ്ഞു 1 മാസം കൂടി എടുക്കുക, എങ്ങനെയാണ് എൻ്റെ നിയമങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല, യുകെയിലെ സെയിം നിയമം തന്നെയാണ് ഇവിടെയും. അതിനുശേഷം 1 മണിക്കൂർ ശേഷം മരുമകൾ വിളിച്ചിട്ട് പറയുമോ, മമ്മി ഞങ്ങളുടെ ഫാമിലി വിസ ശരിയായി, 1 ആഴ്ചയായി കൊടുത്തിട്ട്. ഞാൻ യേശുവെ നന്ദി. എന്റെ പേരാരിയുള്ള ഞാൻ മണ്ണെടുത്തത് മരുമകളുടെ ജീവിത പങ്കാളിക്കും മകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ജീവിത പങ്കാളിയെ കൈപിടിക്കാതെ ഞങ്ങളുടെ വീട്ടിൽ നടക്കുകയില്ല. ഞങ്ങൾ നടക്കാന്ന് പറയുമ്പോൾ 1-2 കാലം ഇരിക്കുമ്പോൾ ലഭിച്ചു വരുമായിരുന്നു. ഇവിടെ ആരാധന കൂടിയത് കൊണ്ട് അച്ഛൻ 2-3 പ്രാവശ്യം കൈപിടിക്കാതെ ഇതിൽ കൂടെ നടത്തി. യേശുവെ നന്ദി. യേശുവെ പൂർണ്ണമായിട്ട് തന്നെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങാണ്ട് വരുന്നുണ്ട്. എന്റെ കുടുംബത്തിന് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവരല്ലേ, അത് കാണുമ്പോഴേ നമുക്ക് ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടപ്പോഴേ അവർക്ക് മന കഴിഞ്ഞു. ആള് വിഷമിച്ച് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ENT കവർ ചെയ്യാൻ പറഞ്ഞു. ENT കാണാനായിട്ട് ഒരാഴ്ച കണ്ടിന്യാണ്.
സ്ഥലം പറഞ്ഞില്ല എവിടെയാണെന്ന് നോക്കുന്നത്. അവൾ അമേരിക്കയിലാണ്. റബ്ബർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയിട്ടുണ്ട്. ഡോക്ടർ ഇങ്ങനെ കുഴലിക്കൂടെ നോക്കി നടന്നപോലെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ക്യാമറയെ പിടിപ്പിച്ച് കത്തി നോക്കി. അപ്പോഴത്തേക്ക് അത് തൊണ്ടയിലൊരു ക്യാൻസർ അല്ല, അത് തൈറോയിഡ് ഇല്ല. സാരമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ടോൺസിലൈറ്റിസ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ കുത്തി കളഞ്ഞു. എടുത്തു കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ അത് എങ്ങനെയെങ്കിലും എടുക്കണം. അവൻ തന്നെ അത് എടുത്ത് ബാക്കിയുള്ളതെല്ലാം കുത്തി കഴിയുകയും ചെയ്തു. അതിൻ്റെ സ്റ്റോണായിരുന്നു, കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ മതി. ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ശരി, മറിയം ചേച്ചിയെ കുടുംബത്തെ കാണാം. ആ മറിയം ചേച്ചി വളരെയധികം വേദനാജനകമായിരുന്നു. കാരണം ഈ കുഞ്ഞ് ഇങ്ങനെ പരിശോധനയ്ക്ക് പോയപ്പോഴൊക്കെ വളരെയധികം വിഷമത്തോടുകൂടി മണിക്കൂറുകൾ ഇവിടെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് കാരണം വലിയൊരു ഭക്തിയാണ്, മറ്റു എന്തും ചെയ്യുന്ന ഒരു സഹോദരിയാണ്. നമുക്ക് ആ മറിയം ചേച്ചിയെ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെസ്സിയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അണ്ണയുടെ മുകളിലായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു, ഒരു നാരങ്ങയുടെ മുഴുപ്പുണ്ടായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ മുട്ടിലും അതുപോലെ തന്നെ ഒരു മുഴയുണ്ടായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും മാറി കിട്ടി. പിന്നെ നെല്ല് കൃഷി ചെയ്തത് സന്തോഷത്തോടെയാണ് പറയുന്നത്. നന്ദി മാതാവിനും ഈശോയ്ക്കും നന്ദി. പിന്നെ ഞങ്ങൾ കൃഷി ചെയ്തത് നല്ല കൃഷിയായിരുന്നു. 12-13 ഏറ്റവും നല്ലതായിട്ട് കിട്ടിക്കൊടുക്കുന്നത്. ഈ പ്രാവശ്യം 15 ഇതിൽ ഉണ്ടായിരുന്നു. അതിന് കിട്ടിയിട്ടില്ല. നമ്മൾ വിത്ത് വെഞ്ചരിച്ചൊക്കെ ഉപ്പ് കുരിച്ച് വരച്ചൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല വിളവ് കിട്ടി. ഒരു സന്തോഷം. അപ്പൊ എത്ര കൂടുതൽ കിട്ടിയത്? 2 കിലോളം കൂടുതൽ കിട്ടി. അതിന് കൊണ്ടുവന്ന് കേട്ടോ. എൻ്റെ പേര് ജോസ്. ഞാൻ മിയാമ്പുഴയിൽ നിന്ന് വിളിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു അനുഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ ഭാര്യ ഒന്ന് വീണിട്ട് കൈ ഒടിഞ്ഞു. അത് ആടുമായിട്ടുള്ളൊരു ശക്തി പരീക്ഷണത്തിൽ ആടുമായിട്ടുള്ളൊരു ശക്തി പരീക്ഷണത്തിൽ ആട് ജയിച്ചു, ഭാര്യ തോന്നി. അങ്ങനെ കൈ ഒടിഞ്ഞ് അത് മൾട്ടിപ്പിൾ ഫ്രാക്ചറായിരുന്നു. ഒത്തിരി പീസസ് ആയി ഒടിഞ്ഞു. ഞങ്ങൾ കുട്ടികളെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് അത് മെയിൻ ഒരു ബോൺ പ്രോബ്ലം ആയി. പിന്നെ ചെറിയ ചെറിയ കുറെ പീസുകളും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേരത്തേക്ക് അതിന് സംബന്ധിച്ചില്ല. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോരുകയും ചെയ്തു. ജസ്റ്റ് പ്ലാസ്റ്റർ ഒക്കെ പോകുന്നു. എന്നിട്ട് ഓപ്പറേഷനൊക്കെ പോരുകയും ചെയ്ത് ഞങ്ങൾ എന്നത്തേക്ക് ഞാൻ പിന്നെ 2-ാം തീയതി ശനിയാഴ്ചത്തെ പ്രേരണ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഈ സർജറി ഒഴിവാക്കി തരുവാണെങ്കിൽ അപ്പൊ സർജറി സ്വന്തം ആൾക്കാരാണ്. അപ്പൊ അത് സർജറി തുടങ്ങുമ്പോൾ ഓപ്പറേഷൻ ചെയ്ത് പ്ലേറ്റ് ഇട്ട് നെറ്റ് കൊണ്ടുപോയിട്ട് ടൈറ്റ് ചെയ്യണം. അതിന്റെ കുറെ കോൺസിക്വൻസസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനെ കൊണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നത്. ഞാൻ അങ്ങനെ 7-ാം തീയതി ശനിയാഴ്ച ഇവിടുത്തെ പ്രേരണ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞ് ഈ സർജറി ഒഴിവാക്കി കിട്ടുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് 9-ാം തീയതി പോയി വീണ്ടും എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ആൾമോസ്റ്റ് ജോയിന്റ് ആയിട്ടുണ്ട്. അവിടെ തന്നെ എടുത്തു. രണ്ടാമതെടുത്തു. പിന്നെ ഫർദർ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ പോയി 2ാമത് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് കഴിയുമ്പോഴും പറഞ്ഞു ഇത് ഒത്തിരി പീസസായിട്ട് ഒടിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏതാണ്ട് ഒരു 95% മുകളിൽ അത് ലെവലായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. അതിനകത്ത് ഒരു കാര്യം മിസ്സിംഗ് ഉണ്ട്. കുഞ്ചറിന് ഒരു അന്നേരം തന്നെ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞപ്പോഴ് അപ്പോൾ തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞപ്പോഴ് അന്നേരം തന്നെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞതാ സർജറിക്ക് വേണ്ടിയിട്ട് കെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ അവര് പറഞ്ഞ് ഇത്
ഇത് ജസ്റ്റ് ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിക്കാതെ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് പോരുന്നത്. തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. പക്ഷെ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് മാതാവിനോട് പറയാം, നമുക്ക് എണ്ണയുണ്ടല്ലോ, നമുക്കത് വെച്ച് പ്രാർത്ഥിക്കാം, മാതാവ് ഏതായാലും മറ്റു തരുമെന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുട്ടിയാറി ആശുപത്രിയിൽ നിന്ന് പോരുന്നത്. അതൊരു വിശ്വാസം. നമുക്ക് മരുന്നൊക്കെ വേണം കേട്ടോ, മരുന്നൊന്നും ഇല്ലാതെ സുഖപ്പെടുന്നതൊക്കെ വേറെ സമക്കാരുടെ വിശ്വാസമാണ്. നമുക്ക് മാതൃകാക്കൾ നിന്നത് മരുന്നും മെഡിസിനും മറ്റു കാര്യങ്ങളെല്ലാം നിന്നത് ദൈവം തന്നെയാണ്. ആ ദൈവത്തിന്റെ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് കേട്ടോ. അവരത് തന്നെയാണ് ചെയ്തത് അല്ലേ? അതെ. പിന്നെ മാർസ്ലോവയിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞത് ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഇന്നലെ പോയിട്ട് ഫുള്ളായിട്ട് പാസ്റ്റ് ഇട്ടു. ഈ ഒരു 5 ആഴ്ച റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. വെരി ഗുഡ്. നല്ലൊരു സുഖപ്പെടാൻ Hallelujah.